2023 മലയാള സിനിമയിൽ നിരവധി സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ എത്തിയതിൽ ആദ്യ ദിനത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതെന്നൊന്നു നോക്കാം. പല ചിത്രങ്ങളും ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ മുന്നിട്ട് നിന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പ്രേക്ഷക പിന്തുണ ഇല്ലാതെ തകർന്നടിയുന്ന കാഴ്ചയും കാണേണ്ടതായി വന്നു. ആദ്യം തന്നെ ദുൽഖർ സൽമാൻ അഭിലാഷ് ജോഷി കൂട്ടുകെട്ടിലെത്തിയ കിങ് ഓഫ് കൊത്തയാണ്. അസാമാന്യ ഹൈപ്പ് നൽകിയെത്തിയ ചിത്രം ആദ്യ ദിനം 5.75 കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്ര മികച്ച റെസ്പോൺസ് ആയിരുന്നില്ല ഈ ചിത്രത്തിന്. അടുത്തത് രണ്ടാമതായി മമ്മൂട്ടി റോബി വർഗീസ് കൂട്ടുകെട്ടിലെത്തിയ കണ്ണൂർ സ്കാഡാണ്. വലിയ ഹൈപ്പ് ഒന്നുമില്ലാതെ എത്തിയ ചിത്രം മെല്ലെ തുടങ്ങി മികച്ച പ്രേക്ഷക പിന്തുണ നേടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആദ്യ ദിന കളക്ഷൻ ഏകദേശം 2.2 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. ലിസ്റ്റിൽ മൂന്നാമതായി ടോവിനോ ജൂഡ് ആന്റണി ഒരുമിച്ച ചിത്രം 2018 ആണ്. വേൾഡ് വൈഡ് 200 കോടിയിലേറെ കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് 2018. ആദ്യ ദിന കളക്ഷൻ ചിത്രം നേടിയത് 1.85 കോടിയാണ്. നാലാമതായി എത്തിയിരിക്കുന്നത് ദിലീപ്, ജോജു ജോർജ്, റാഫി കൂട്ടുകെട്ടിലെത്തിയ വോയിസ് ഓഫ് സത്യനാഥനാണ്. ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ആദ്യ ദിനത്തിൽ 1.8 കോടി രൂപയാണ് നേടിയത്. അടുത്തത് അഞ്ചാമതായി ലിസ്റ്റിൽ മമ്മൂട്ടി, ഉണ്ണികൃഷ്ണൻ, ഉദയകുമാർ എന്നിവർ ഒരുമിച്ച ക്രിസ്റ്റഫർ ആണ്. 1.67 കോടി രൂപ ആദ്യ ദിനത്തിൽ സ്വന്തമാക്കിയ ചിത്രം പിന്നീട് തിയേറ്ററിൽ കാര്യമായ മികവ് പുലർത്താൻ സാധിക്കാതെ പോകുന്നതാണ് കണ്ടത്. ലിസ്റ്റിൽ ആറാമതായി ദിലീപ്, അരുൺ ഗോപി, ഉദയകൃഷ്ണ എന്നിവർ ചേർന്ന് തിയേറ്ററിൽ എത്തിച്ച ചിത്രം ബാന്ദ്രയാണ്. ആദ്യ ദിനം നേടിയത് 1.32 കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ. എന്നാൽ പിന്നീട് പ്രേക്ഷക പിന്തുണയിൽ മികവ് പുലർത്താൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല. ഇനി ഏഴാമതായി നഹാസ് ഹിദായത്ത്, ആന്റണി വർഗീസ്, ഷെയ്ൻ നിഗം, നീരജ് മാധവ്, മഹിമ നമ്പ്യാർ എന്നിവരെ വെച്ചിറക്കിയ ആഡിയസ് എന്ന ചിത്രമാണ്. മികച്ച പ്രേക്ഷക പിന്തുണ നേടിയ ചിത്രത്തിന് ആദ്യ ദിനത്തിൽ നേടാൻ സാധിച്ചത് 1.3 കോടി രൂപയാണ്. ലിസ്റ്റിൽ 8ാം സ്ഥാനത്ത് സുരേഷ് ഗോപി, ബിജുമേനൻ ഒരുമിച്ച അരുൺ വർമ്മ ചിത്രം ഗരുഡനാണ്. മെല്ലെ തുടങ്ങിയ ചിത്രം മികച്ച പ്രേക്ഷക പിന്തുണയാണ് നേടുന്നത്. ആദ്യ ദിനം 1.15 കോടി രൂപയാണ് ചിത്രം നേടിയത്. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.